ലാൽ സാറും ശ്വേതാ മേനോനും ഒക്കെ ചേർന്നിട്ടുള്ള സോൾട്ട് ആൻഡ് പെപ്പർ ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്ന സമയമായതുകൊണ്ട് ഞാൻ ജോയ്മാത്തിൻ്റെ അടുത്ത് പറഞ്ഞു അത് അവർ രണ്ടുപേരും ആയിരിക്കും കോമ്പിനേഷൻ നല്ലത്, ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും അറിയപ്പെടുന്ന ആൾക്കാർ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ജോയ്ക്ക് അതിൽ കുറച്ചും കൂടി അത്ര അറിയപ്പെടാത്ത ഒരാൾ വേണമായിരുന്നു, ആ ക്യാരക്ടറിൻ്റെ ഫെമിലിയർ അല്ലാത്ത ഒരാൾ വേണമായിരുന്നു. അതുകൊണ്ടായിരിക്കും എന്നെ കാസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ അതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അതുവരെ സിനിമ എൻ്റെ ഒരു ഫസ്റ്റ് പാഷനേ ആയിരുന്നില്ല. ഞാൻ അങ്ങനെ കുറേ സിനിമകൾ കാണുന്ന, സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, അന്നും അല്ല ഇന്നും അല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ പിന്നീട് പക്ഷെ സിനിമ ചെയ്യണം, നമുക്ക് കുറേ കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടായി. അതാണ് ഷട്ടറോടുകൂടി. എനിക്കൊന്ന് വെച്ചാൽ ആ ഷട്ടറിലെ ആ ചേച്ചിയുടെ ആ ഒരു രംഗമാണ് ആ സിനിമയുടെ എൻഡ് വരെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു മനുഷ്യൻ രണ്ടുപേര് പെട്ടുപോകുന്ന ഒരു അവസ്ഥ, അത് കഥാപാത്രം ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആപ്റ്റാവുന്ന രീതിയിൽ ചേച്ചി അത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ചേച്ചിയെ തേടിയെത്തുകയും അത് ജോയി സാർ കറക്റ്റായിട്ട് തരുകയും ചെയ്തു. പക്ഷേ ആ മൂവിയുടെ ഏറ്റവും വലിയ പാർട്ട് അത് തന്നെയായിരുന്നു. കാര്യം ആ ഒരു പോർഷനിൽ പോകുന്ന ലാൽ സാറും ചേച്ചിയായിട്ടുള്ള കോമ്പിനേഷൻ. അതിനുശേഷം കുറേ സിനിമകൾ ചെയ്തു അല്ലേ ചേച്ചി. ഇപ്പോൾ ഈ അമ്മ മീറ്റിങ്ങിലൊക്കെ പോകാറുണ്ടോ? അതിനകത്ത് അംഗത്വം എടുത്തിട്ടുണ്ടോ? മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എടുക്കാനായിട്ട്. അങ്ങനെയല്ല, ഞാൻ മെമ്പർഷിപ്പ് നമ്മൾ തീരുമാനിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെടുകയല്ലേ ചെയ്യാൻ. അങ്ങോട്ട് ആവശ്യപ്പെടുകയില്ല. അല്ല, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് അഭിനയിക്കാൻ അങ്ങനൊന്നും ഇല്ലല്ലോ. എത്ര സിനിമ കഴിഞ്ഞാൽ എടുക്കണമെന്നുണ്ടോ? അങ്ങനെയില്ല. ചേച്ചിയുടെ ജീവിതകാലം, അതായത് ഈ നാടകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പാടുള്ള സംഭവമാണ് നാടകം. അത് പല ആർട്ടിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പ്രോംപ്റ്റിങ്, അതിനകത്ത് തന്നെ പ്രോംപ്റ്റിംഗ് ഉണ്ട്, നാടകത്തിലും പ്രോംപ്റ്റിംഗ് ഉണ്ട് അറിയാം. എങ്കിൽ പോലും കുറച്ചും കൂടെ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുമ്പോഴും ലൈവായിട്ട് ചെയ്യുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താണ് ചേച്ചി? ക്യാമറ ആക്ടിങ്ങും സ്റ്റേജ് ആക്ടിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു വലിയ ക്ലാസ് എടുക്കേണ്ട വിഷയമാണ്. അത് ഇങ്ങനെ ഇരുന്നൊരു ഇൻ്റർവ്യൂവിൽ നമുക്ക് പറയാൻ പറ്റില്ല. ആ വ്യത്യാസമുണ്ട്. അത് രണ്ടിൻ്റെതായിട്ടുള്ള മെച്ചവും ഗുണവുമുണ്ട്, രണ്ടിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. എനിക്ക് രണ്ട് രീതിയിൽ ഇഷ്ടമുള്ളതാണ്. തിയേറ്റർ ആക്ടിങ് ആകുമ്പം നമുക്കൊരു കഥാപാത്രമായിട്ട് പൂർണ്ണമായും തുടങ്ങി അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതിൽ കഥ പറയുന്നത് ആക്ടറാണ്. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ ആക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂൾസാണ്. കഥ പറയാനുള്ള ഡയറക്ടറുടെയും അതേപോലെ എഡിറ്ററുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ ഒരു ടൂളായിട്ടാണ് അവിടെ ആക്ടർ വർക്ക് ചെയ്യുന്നത്. ആ വ്യത്യാസമുണ്ട് രണ്ടും ഇതുള്ളതെന്ന് പറയുന്നത്. അപ്പം പക്ഷെ രണ്ടിനും ആക്ടർ എന്നുള്ള നിലയ്ക്ക് രണ്ടിലും നമുക്ക് അതിലൊരു ഫണ്ണുണ്ട്. ക്രിയേറ്റീവ്ലി നമ്മളതിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. എനിക്ക് രണ്ട് മീഡിയവും എനിക്ക് രണ്ട് മീഡിയവും ഇഷ്ടം തന്നെയാണ്. ഇഷ്ടമായി അല്ലേ? നമ്മളിപ്പോൾ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുമ്പോൾ ചിലർ പ്രേക്ഷകർ ചോദിക്കും ഇത് എവിടെ നിന്ന് എടുക്കും. നമ്മൾ മാനത്തെ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചേച്ചി അതിനെക്കുറിച്ച് പറയാം, സീരിയലിനെ കുറിച്ച്. ഞാൻ എൻ്റെ ആദ്യത്തെ സീരിയലാണിത്. ഇത് അരോമ മൂവീസാണ് ഇത് ചെയ്യുന്നത്. അരോമ മൂവീസിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ പ്രൊഡക്ഷനാണ്. അരോമ മൂവീസ് ചെയ്യുന്ന ആദ്യത്തെ സീരിയൽ പ്രൊഡക്ഷനാണിത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം നമുക്കറിയാം, പിന്നെ മെറിലാൻഡും അതേപോലെ ഉദയ സ്റ്റുഡിയോയ്ക്കൊക്കെ ശേഷം മലയാളം ഇൻഡസ്ട്രിയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉള്ള നിർമ്മാതാക്കളാണ് പിന്നെ ഇവരെന്ന് പറയുക അരോമ മൂവീസ് എന്ന് പറയുന്നത്. അവരുടെയും സുനിത പ്രൊഡക്ഷൻ്റെയും അരോമ പ്രൊഡക്ഷൻ്റെയും ഒക്കെ തന്നെ ഒരു 10-65ഓളം പടങ്ങൾ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടാണ് നമ്മളെല്ലാവരും വലുതായിട്ടുള്ളത്. സിബി സാറൊക്കെ ചെയ്തിട്ടുള്ള ദൂരെ ദൂരെ ഒരു കൂട്ടുകൂട്ട, അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ അതേപോലെ പത്മരാജൻ സാറിൻ്റെ തിങ്കളാഴ്ച നല്ല ദിവസം, അതും നാഷണൽ അവാർഡ് കിട്ടി. അങ്ങനെ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നിർമ്മാതാക്കളാണ് അരോമ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു ഫസ്റ്റ് പ്രൊഡക്ഷനിൽ പങ്കെടുക്കാൻ പറ്റി, സീരിയൽ എന്നുള്ള നിലയ്ക്ക് പങ്കെടുക്കാൻ പറ്റി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നതിൽ. അപ്പം അത് എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട് ഈ സീരിയലിൽ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞാനിതിൽ പ്രധാനമായിട്ടും. മെയിൻലി അരോമ എന്നുള്ള ബ്രാൻഡ് നെയിം അല്ലെ, ബാനർ തന്നെയാണ്. ഭയങ്കരമായിട്ട് തന്നെ അതൊരു ബ്രാൻഡ് ആയി കഴിഞ്ഞില്ലേ, അരോമ എന്നുള്ള ബ്രാൻഡ് ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പിന്നെ ഡയറക്ടർ സജി സാറിൻ്റെ ധാരാളം വർക്കുകൾ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സീരിയൽ അങ്ങനെ കാണാനുള്ള അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല.
പക്ഷേ സജി സാറിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ധാരാളം സിനിമകളും അതേപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സീരിയലുകളും ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ നന്നായി വർക്ക് അറിയുന്ന ഒരു ടെക്നീഷ്യൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അത് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഈ ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും കുറച്ചുകൂടെ അഭിനയിക്കാൻ കുറച്ച് കോൺഫിഡൻറ്റ് കിട്ടുന്നത്, കൂടെ ചെയ്യാൻ നമുക്ക് തോന്നുന്നു അല്ലേ? ഇത് നല്ല ടീമാണ്, നല്ല ആക്ടേഴ്സിൻ്റെ ഒരു ടീമുണ്ട്. ഓൾറെഡി സീരിയലിലും സിനിമയിലൊക്കെ വർക്ക് ചെയ്ത് പരിചയമുള്ള കുറേ പേരുടെ പിന്നെ ആക്ടേഴ്സാണ് കൂടെ വർക്ക് ചെയ്യുന്നത്. നമുക്ക് കാണാറുള്ളത് സിനിമയിലുള്ളവരൊക്കെ സീരിയലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കഥകൾ നന്നാവുന്നുണ്ട് സീരിയലിലെ, അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ കൊടുക്കുന്ന കഥാപാത്രങ്ങൾ നല്ല ഡെപ്തായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതൊക്കെ കൊണ്ടാണോ ചേച്ചി സീരിയലിലേക്ക് വന്നത്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സിനിമയിൽ കേരളത്തിൽ ആക്ടേഴ്സിന് ഒട്ടും ദൗർബല്യമില്ല, ധാരാളം ആക്ടേഴ്സ് ഉണ്ട് നമുക്കിവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് കിട്ടുന്ന സിനിമകളുടെ എണ്ണം പൊതുവിൽ കുറവായിരിക്കും. അപ്പോൾ സീരിയൽ എന്ന് പറയുന്നത് മറ്റൊരു തൊഴിൽ മേഖലയാണ് ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. എനിക്ക് ഇതൊരു തൊഴിൽ മേഖല എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ അകത്ത് പണിയെടുത്ത് നോക്കുന്നതിന് ഒരു രസമുണ്ട്. കാരണം ഞാൻ തിയേറ്ററിൻ്റെ അകത്തും സിനിമയ്ക്കകത്തും അഭിനയിച്ചതുപോലെയല്ല സീരിയലിൻ്റെ അഭിനയം. അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള കണ്ടൻറ്റാണ്, എടുക്കുന്ന രീതി വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അക്കാഡമീഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതും കാര്യം തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ലൊക്കേഷൻ അല്ലെങ്കിൽ സിനിമ, നമ്മൾ കുറച്ചും കൂടെ ചേച്ചി അഭിനയിക്കുകയല്ല എന്നത് ജീവിക്കാൻ തോന്നിയിട്ടുള്ള സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയും? ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തന്നെയാണ് തോന്നിയില്ല. ഞാനതെല്ലാം എനിക്കങ്ങനെ ചെറിയത് വലുത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഡയറക്ടറുടെ അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഞാൻ ഏത് വർക്ക് ചെയ്യുവാണെങ്കിലും അതിൽ ഫുള്ളി ഇൻവോൾവായി തന്നെയാണ് ഞാൻ ചെയ്യാം. ഞാൻ ചെയ്ത എല്ലാ കഥാപാത്രങ്ങളും എനിക്ക് ഇഷ്ടമായിട്ട് ചെയ്ത കഥാപാത്രം, ഇഷ്ടമല്ലാതെ ചെയ്ത 1-2 സിനിമകളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഞാൻ ആകെ 19 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതെല്ലാം ഞാൻ ഇഷ്ടമല്ലാത്ത എന്തുകൊണ്ടാണ് സിനിമ? അത് ക്യാരക്ടർ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ അതോ അങ്ങനെയല്ല? ചിലപ്പോൾ നമുക്ക് ചില വർക്കുകൾ ചില കഥാപാത്രങ്ങൾ ഇഷ്ടമായില്ല വരും, അല്ലെങ്കിൽ വർക്ക് അറ്റ്മോസ്ഫിയർ നമുക്ക് ഇഷ്ടമായില്ല വരും. അങ്ങനെയൊക്കെ അല്ലാതെ പൊതുവിൽ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടം തന്നെയാണ്, ഇഷ്ടത്തോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. അഭിനയം തന്നെ ഒരു ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പം മാനത്തെ കൊട്ടാരം സീരിയലിലെ കഥാപാത്രം അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? കാര്യം 12-ാം തീയതി ടെലികാസ്റ്റിംഗ് തുടങ്ങാൻ പോവാണ്. മാനത്തെ കൊട്ടാരത്തിൽ ചന്ദ്രിക എന്ന് പറഞ്ഞുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിൻ്റെ കോസ്റ്റ്യൂമിലാണ് ഞാൻ ഇരിക്കുന്നത്, മേക്കപ്പിലൊക്കെയാണ്. ചന്ദ്രിക എന്ന് പറയുന്ന ഒരു ലോവർ മിഡിൽ ക്ലാസ് സ്ത്രീയാണ്. അവരുടെ ഒരു ലൈഫ് സ്ട്രഗിളാണ് ഇതിൻ്റെ ഒരു കേന്ദ്രമായിട്ട് വരുന്നത്. അപ്പം എൻ്റെ കൂടെ അഭിനയിക്കുന്നത് അനിൽ മോഹൻ എന്ന് പറയുന്ന മലയാളം സീരിയലുകൾ ധാരാളം അഭിനയിച്ചു, 10-30 സീരിയലുകളൊക്കെ ചെയ്തിട്ടുള്ള വളരെ അധികം അറിയപ്പെടുന്ന അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. അതുപോലെയുള്ള കുറേ ആക്ടേഴ്സിൻ്റെ ഒരു കൂട്ടായ്മയിലാണ് നമ്മുടെ വർക്ക് മുന്നോട്ട് പോകുന്നത്.